വാക്കുകൾക്കും വരികൾക്കും വ്യാഖ്യാനങ്ങൾക്ക് അതീതമായി വട്ടപ്പള്ളിക്കോട്ടിൽ നിരവധി പ്രതിഭകൾക്ക് വർത്തമാന കാലഘട്ടത്തിൽ പരിശീലകനായി നിൽക്കുന്ന പ്രിയപ്പെട്ട രതീഷ് വെള്ളച്ചാൽ. പ്രിയമുള്ളവരെ, ആവേശത്തിന്റെയും പോരാട്ടത്തിന്റെയും പൗരീസയിലേക്ക് കളിമൈതാനിയിലേക്ക് കടന്നു വന്ന അതുല്യനായ വ്യക്തിത്വം. മുൻ കടമ്പരി താരം അതുപോലെ തന്നെ മികച്ച സംഘാടകൻ സുനിൽ കലവൻ പറഞ്ഞെടുക്കും. പ്രിയമുള്ളവരെ, ഇത് മറ്റൊരു താരമാണ്. താരോദയം എന്ന് പറയുന്നത് കളിക്കളത്തിന്റെയും പോരാട്ടവീരത്തിന്റെയും അവസാന ഭാഗം തന്നെയാണ്. ഈ ടീമിന്റെ വിജയത്തിന്റെ കുന്തമണയായി ജ്വലിച്ചു നിൽക്കുന്ന അതുല്യനായ പോരാളി, വടക്കൻ പോരാട്ടത്തിന്റെ അതുല്യനായ പടയാളി എന്ന് കാലം വിശേഷിപ്പിച്ച പോരാളി, വടംവലിക്കോട്ടിൽ ഒരു വടക്കൻ വീരകഥ തീർക്കാൻ കേരള കർണാടക അതിർത്തി പങ്കിടുന്ന അടൂർ എന്ന ദേശത്ത് നിന്ന് കടന്നു വരുന്ന രഞ്ജു അടൂര്. വടംവലിക്കോട്ടിലെ ബല്ലാരി രാജ എന്നറിയപ്പെടുന്ന അതുല്യ പ്രതിഭ, തോറ്റുപടിക്കാൻ മനസ്സില്ലാത്ത പടയാളി, കാഞ്ഞിറമ്പിൽ നിറയാത്ത വെടിമരുന്ന് നിറച്ച് എതിരാളികളെ കുക്കുല പോലെ പ്രവർത്തിക്കുന്നവൻ, കളിമൈതാനിയിലെ തോറ്റുപടിക്കാൻ മനസ്സില്ലാത്ത മറ്റൊരു പോരാളി വല്ല രാജേഷ്. പ്രിയമുള്ളവരെ, ഇത് മറ്റൊരു അതുല്യ പ്രതിഭയാണ്. ഏത് പോരാട്ടവീര്യവും കരുത്തുകൊണ്ട് കൂട്ടിക്കെട്ടാൻ കൽപ്പുള്ള അതുല്യനായ പോരാളി. രാജാക്കന്മാർ പലതാണ്. കാറ്റുനിറച്ച തുകൽപ്പന്തിന് ജീവനതുല്യം സ്വീകരിച്ചുകൊണ്ട് കളിമൈതാനിൽ അടക്കി ഭരിച്ച ആ പ്രധാനം ലയണൽ മെസ്സി. അതുപോലെ തന്നെ ലോകം കണ്ട ഏറ്റവും കരുത്തനായ ക്രിക്കറ്റർ മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ. അങ്ങനെ അപരത്തിലേക്ക് ഉയർത്തിലേക്ക് പറ്റിയ അതുല്യ പ്രതിഭകളുണ്ട്. ആ പേര് പോലെ തന്നെയാണ് വടംവലിക്കോട്ടിൽ അതുല്യനായ മറ്റൊരു വ്യക്തിത്വമാണ് അനന്തപത്മനാഭൻ. അനന്തശേഖരൻ കൊടുന്ന അനന്തപുരി മുതൽ ഇന്ന് ശിവകുമാരിന്റെ വെക്കൽക്കോട്ട വരെ ചരിത്രമെഴുതി, അന്ന് തുളുനാടിലും ചരിത്രമെഴുതിയ അതുല്യനായ പ്രതിഭാശാലി, വടംവലിക്കോട്ടിലെ കരുത്തനായ നായകൻ എന്ന് വിശേഷിപ്പിക്കുന്ന മിസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ. പ്രിയമുള്ളവരെ, ഏത് സേതുബന്ധനവും തകർത്തെറിയാൻ കഴിവുള്ള വടംവലിയുടെ മറ്റൊരു അമരക്കാരൻ. കാൽക്കരുത്തിന്റെയും കൈക്കരുത്തിന്റെയും നെയ്ക്കരുത്തിന്റെയും മനോബലത്തിന്റെയും ആത്മബലത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പോരാട്ടത്തിന്റെയും പോരാട്ടവീര്യത്തിന്റെയും ജയത്തിന്റെയും പരാജയത്തിന്റെയും കടുക്കുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ ആകത്തുക എന്ന് പറയുന്നത് ഈ കളിക്കാരൻ തന്നെയാണ്. പകരം വീട്ടാനും പകിപ്പിടി കൊണ്ടിളക്കാനും വന്നവർക്കിലേക്ക് പകയുടെ സന്താനമൂർത്തിയായ അതുല്യ പ്രതിഭ സേതു എന്ന സേതുമാധവൻ. പ്രിയമുള്ളവരെ, അതിന്റെ പോരാട്ടങ്ങളില് ചരിത്രമാകുന്ന മറ്റൊരു കളിക്കാരെ തമിഴിലൊരു ചൊല്ലുണ്ട്. പ്രിയമുള്ളവരെ, ഓടുന്ന കുതിരയില് ജയിക്കുന്ന കുതിരയെ മറ്റുള്ള ഉലകം പ്രസിദ്ധമാണ്. ഓടുന്ന കുതിരയിൽ ജയിക്കുന്ന കുതിരയെ കുറിച്ച് മാത്രമേ ലോകം സംസാരിക്കുകയുള്ളൂ എന്നും വിജയം മാത്രം കൈമുതലാക്കി ഈ കൊസാമ്പി വേത്തൂർപ്പാറ എന്ന ടീമിന്റെ അമരത്ത് നിൽക്കുന്ന അതുല്യനായ പ്രതിഭാശാലി, കാലം കടം പറയാത്ത പോരാളി, കളിക്കളത്തിൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത പോരാളി അനീഷ് എന്ന അധികാരി. തന്ത്രപരമായ നീക്കങ്ങളിലൂടെ എതിരാളികളുടെ സകലമായ തന്ത്രങ്ങളും തകർത്തെറിയാൻ കൽപ്പുള്ള അതുല്യനായ മറ്റൊരു പടയാളി. വടംവലിക്കോട്ട് കേവലം ഒരു ചകരിനാളത്തിന്റെ കമ്പയിൽ കമ്പെടുത്തിട്ട് എതിരാളികളുടെ മസ്തകം തകർക്കാൻ ഇതിഹാസ താരമെന്ന് കാലം വിശേഷിപ്പിച്ച പടയാളി, ചെറിയ പടയാളി. തോറ്റാലും ജയിച്ചാലും ഇരുന്നാലും നിന്നാലും ചിരിച്ചുകൊണ്ടേ മാത്രം നിൽക്കുന്ന കളിക്കളത്തിലെ മറ്റൊരു പോരാളി മിസ്റ്റർ സുർജി. ഇത് മറ്റൊരു കാലമാണ്. നാടൊരുക്കിയ നാട്ടിൻകത്തിൽ അന്നം തേടിയെന്ന വെട്ടക്കാരന്റെ ഉന്നം വിളക്കാത്ത അമ്പകൾക്ക് മുന്നിൽ ചിഹ്നം പിടിക്കുന്ന കാട്ടാന, കളിമൈതാനിയിൽ പ്രതാപശാലി എന്ന എന്നും വിധിയെഴുതിയ പോരാളി. ഇത് കരുത്തനായി മറ്റൊരു പോരാളി തന്നെയാണ്. മുക്കണ്ട് തുറന്ന 3 ലോകവും വസ്ത്രമാക്കുന്ന സാക്ഷാൽ പരമശിവനല്ല, സമ്പ കൈയിലെടുത്താൽ പിന്നെ സംഹാര താണ്ഡവമാടുന്ന ശിവൻ എന്ന ശിവപ്രസാദ് വേദോത്പാദ. 12 ഒഴിയാത്ത ആവനാടി അക്രമത്തിന്റെയും പ്രതിരോധത്തിന്റെയും കൂലക്കുന്ന രാജനിക്ക് കളിക്കാർക്ക് പുതിയ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അതുല്യനായ കോച്ച്, കാലം കിടപറയാത്ത മറ്റൊരു പടയാളി, ചെറിയ കോച്ച് എന്ന് കാലം വിശേഷിപ്പിച്ച പോരാളി, കളിക്കളത്തിലെ സുന്ദരനായ കോച്ച് മിസ്റ്റർ ചിന്ന. പ്രിയമുള്ളവരെ, ഇതുവരെ നിങ്ങളുമായി സംബന്ധിച്ചത്